നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ മലപ്പുറത്തിന് ആശ്വാസം. പരിശോധനയ്ക്ക് അയച്ച കൂടുതൽ സ്രവ സാമ്പിളുകൾ നെഗറ്റീവായതാണ് രോഗഭീതി കുറയ്ക്കുന്നത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിരീക്ഷണം തുടരുകയാണ്. നിപയുടെ പേരിൽ അതിർത്തികളിൽ തമിഴ്നാട് നടത്തുന്ന പരിശോധന തെറ്റായ സമീപനമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ നിപ ബാധയെ തുടർന്നുള്ള ആശങ്കയ്ക്ക് പിന്നാലെ ജില്ലയ്ക്ക് ആശ്വാസമേകുന്നതാണ് ഇപ്പോഴത്തെ പരിശോധനാ ഫലങ്ങൾ. മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ മരിച്ച കുട്ടിയുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയ 17 പേരുടെ സ്രവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതാണ് ആശ്വാസം പകരുന്നത്. പനിബാധിതരായി ചികിത്സയിലുള്ള സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മലപ്പുറം ഇതിനെ നേരിടുന്നത്. ജനങ്ങൾ ആ ഒരു ചങ്ങലയിലുണ്ട് പ്രതിരോധത്തിൽ. അത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് ഇതിനെ നേരിടും. നല്ല ട്രാക്കിലായി മലപ്പുറം മുന്നോട്ട് പോകും. അതിനിടെ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കിയിരുന്നു. ഇത് തെറ്റായ സമീപനമാണെന്നും തമിഴ്നാടുമായി ആശയവിനിമയം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. അത് വാസ്തവത്തിൽ ഒരു കാരണവശാൽ അതൊരു തെറ്റായ കാര്യമാണ്. പണ്ട് കേരളം പറയുന്നതാണ്. കേരളത്തിൻ്റെ ഒരു സമീപനം ഒരു പുരോഗമനപരമായിട്ടുള്ളൊരു സമീപനമാണ് നമുക്കതിനുള്ളത്. പക്ഷേ ഇന്നലെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അത് അവർ ഹെൽത്ത് സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെ രോഗബാധ ഒറ്റപ്പെട്ട കേസ് എന്നതിനപ്പുറം 2018-ലെയും 2023-ലെയും പോലെ ഒരു ഔട്ട്ബ്രേക്ക് ആവില്ലെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. റിപ്പോർട്ടർ, മലപ്പുറം.